ജാസ്മിൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഞാൻ ടീച്ചറാണ്. അതിനേക്കാൾ ഉപരി ട്രെയിനറാണ്. പിന്നെ കൊച്ചുമക്കളെ, തീരെ ചെറിയ മക്കളെയൊക്കെയാണ് എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം. പിന്നെ നമ്മുടെ ഈ ഒരു പിങ്ക് ജോബിലേക്ക് വന്നിട്ട് ഒരു 3-4 മാസമാവും. 3-4-5 മാസമാവും. അപ്പോ ഈ ഫസ്റ്റ് എന്താണ് പിങ്ക് ജോബ് എന്ന് ഒന്നുകൂടി ഞാൻ പറയാം. നമ്മുടെ കോഴിക്കോട് ആസ്ഥാനമാക്കി സ്ഥിതി ചെയ്യുന്ന ഒരു നാപ്കിൻ കമ്പനിയാണ്, ഒരു പ്രമുഖ ബ്രാൻഡായ നാപ്കിൻ കമ്പനിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. പിങ്ക് ജോബിന്റെ കീഴിൽ ഒരുപാട് ലേഡീസ് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്നതിന്റെ പേരിൽ നമ്മൾ നടത്തുന്ന ക്ലാസ് ആണ് ഈ പിങ്ക് അവയർനെസ് സെഷൻ. അതായത് പിങ്കിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക, പുറത്തുള്ള സ്ത്രീകൾക്ക് അവയർനെസ് കൊടുക്കുക, ക്ലാസ്സുകൾ കൊടുക്കുക. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു പിങ്ക് ജോബിലേക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഇപ്പൊ സ്ത്രീ ശാക്തീകരണമൊക്കെ എന്താണെന്നൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പലപ്പോഴായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതിന് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നില്ല. നമ്മൾ സ്വയം ശാക്തീകരിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ്. നമ്മളെ ശാക്തീകരിക്കപ്പെടാൻ എന്തെല്ലാം നിയമങ്ങൾ വന്നാലും സ്വയം ശാക്തീകരിക്കപ്പെടുക, അത് എല്ലാ അവസ്ഥയിലും. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത്, നമ്മുടെ പിങ്ക് ജോബിന്റെ നമുക്ക് ക്ലാസ്സുകളൊക്കെ തരുന്നത്, നമുക്കിവിടെ ട്രെയിനിങ് ഒക്കെ തരുന്നത് വിംബിൾ അക്കാഡമി ഫൗണ്ടറായ നമ്മുടെ എന്റെയും കൂടി അധ്യാപകനും ട്രെയിനറും ഒക്കെ ആയ നമ്മുടെ കൗൺസിലിംഗ് സൈക്കോളജിയും അതുപോലെ സൈക്കോളജിസ്റ്റ്, കൗൺസിലർ, മാസ്റ്റർ ട്രെയിനറൊക്കെ ആയ വിംബിൾ അക്കാഡമി ഫൗണ്ടറും കൂടിയായ ഫൈസൽ സാറാണ്. പിന്നെ നമ്മുടെ ഡയറക്ടർ നബില മാമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മുടെ കൂടെ ഒരുപാട് ലേഡീസ്, ലീഡേഴ്സ് ആയിട്ടുള്ള ലേഡീസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു കുറേ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കുന്നത്. വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇതുവരെ എല്ലാ ക്ലാസ്സുകളും നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് മുംതാസ് മാം ആണ്. മുംതാസ് മാമിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഒരു ചെറിയൊരു ഓഫർ ഉണ്ട്. അതായത് ചെറിയ ഓഫർ അല്ല, നമ്മുടെ ഏറ്റവും റേറ്റ് കൂടിയ ഒരു പാഡാണ് ആനിയോൺ എന്ന് പറയുന്നത്. പാഡ് വയറുവേദനയ്ക്കും മറ്റു ബുദ്ധിമുട്ടിനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാഡാണ് ആനിയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പാഡ്, അതിന്റെ കൂടെ ഒരെണ്ണം കൂടി ഫ്രീ, ഇപ്പോ ഓണം ഓഫറിൽ ഒന്നുകൂടി ഫ്രീ കൊടുക്കുന്നുണ്ട്. അപ്പൊ ബിസിനസ് ചെയ്യുന്നവർക്ക് അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഓഫറാണ്. നിങ്ങൾ ഒന്ന് വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ. അപ്പൊ 10 വാങ്ങിച്ചാൽ 10 ഫ്രീ കിട്ടും. അങ്ങനെ അത് നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ് പുതിയ ആൾക്കാർക്ക്. പഴയ ആൾക്കാർക്ക് നിങ്ങളുടെ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും. അപ്പോൾ ആ ഒരു ഓഫറും കൂടി ഞാൻ ഈ ഒരു ഒന്ന് അനൗൺസ് ചെയ്യാണ് ഈ ഒരു വേളയിൽ. എന്തായാലും നമുക്ക് നമ്മുടെ ഗസ്റ്റ് മുംതാസ് മാം, പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ അതിഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു ട്രെയിനറാണ് നമ്മുടെ മുംതാസ് മാം. അപ്പോൾ മുംതാസ് മാം ഒരു ട്രെയിനറാണ്, അതുപോലെ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. മുംതാസ് മാമിനെ ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട്. മാം പ്ലീസ് വെൽക്കം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇതിലെത്തിയ പ്രത്യേക ഒരു സന്തോഷമാണ്, എന്തെന്നില്ലാതൊരു ആവേശമുണ്ട്. കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആദ്യം കിട്ടിയ ചാൻസിൽ പെട്ടെന്ന് ചാടിക്കയറിയതല്ലേ. അപ്പം എന്റെ പേര് മുംതാസ്. ഞാന് ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്, അതോടെ ഒരു ട്രെയിനർ കൂടി ആണ്. മലപ്പുറമാണ് എന്റെ വീട്, കൊണ്ടോട്ടി. മലപ്പുറം കൊണ്ടോട്ടിയാണ് എന്റെ സ്ഥലം. ആദ്യം തന്നെ എനിക്ക് ഏറ്റവും നന്ദിയുള്ളത് നബീല മിസ്സിനോടാണ്. എന്നെ ഇതിലെത്തിച്ചത് നബീല മിസ്സാണ്. അതോടെ തന്നെ എനിക്ക് ഒരു സന്തോഷമാണ് ആദ്യം തന്നെ പങ്കുവെക്കാനുള്ളത്. കാരണം ഞാൻ വയറുവേദന കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരാളായിരുന്നു പീരിയഡ്സ് ടൈമിൽ. അപ്പൊ ഇത് കിട്ടിയ സമയത്ത് എനിക്ക് പാഡ് കിട്ടി. അത് യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് ഒന്നും വയറുവേദനയുടെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പൊ ആ ഒരു സന്തോഷം ആദ്യം തന്നെ ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം ഇത് യൂസ് ചെയ്യാത്തവർ ഇത് യൂസ് ചെയ്യുക. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ, നമുക്ക് മറ്റൊരു പാഡിനേക്കാളും വളരെയേറെ സേഫ്റ്റി ഉണ്ട് നമുക്ക് എല്ലാത്തിനും കൊടുക്കും. ആ ഒരു സന്തോഷം ആദ്യം തന്നെ പങ്കുവെക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക് താങ്ക്സ് പറഞ്ഞതാണ്, പ്രോഡക്റ്റിന്റെ ഫീഡ്ബാക്ക്. ഇന്നത്തെ ടോപ്പിക് പോസിറ്റീവ് സ്ട്രോക്ക് ആണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് പോസിറ്റീവ് സ്ട്രോക്ക്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുമ്പേ 1-2 കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മള് മനുഷ്യരാണ്, വിശേഷ ബുദ്ധിയുണ്ട് മറ്റുള്ള എല്ലാ ജീവികളെക്കാളും, അല്ലെ? കാരണം നമ്മുടെ ചിന്തകളാണ് നമ്മളെ പ്രവൃത്തിയിൽ എത്തിക്കുന്നത്. ഒരു ദിവസം 30,000 മുതൽ 60,000 വരെ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. വീഡിയോ ഓണാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും വീഡിയോ ഓണാക്കാൻ സംസാരിക്കാനടങ്ങാറ്.
30,000 മുതൽ 60,000 ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് 70 മുതൽ 80% വരെ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. കാരണം നമുക്കറിയാം നമ്മുടെ ചിന്തകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്ന സമയത്ത്, രാവിലെ എണീക്കുന്ന സമയത്ത്, ഇപ്പൊ എക്സാമിന്റെ സമയമാണല്ലേ, നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ മക്കളെ എണീക്കാൻ നേരം വൈകിയാൽ രാവിലെ തന്നെ നമ്മൾ തുടങ്ങുന്നത് എന്താണ്? അടുത്ത വീട്ടിലെ മോനെ എപ്പോഴോ എണീറ്റ് വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് വായിക്കാനായിട്ടില്ല, നിനക്ക് വായിക്കാനായിട്ടില്ല അല്ലെ. ഈ സമയത്താണ് നമ്മൾ ഒരു സുപ്രഭാതം തന്നെ തുടങ്ങുന്നത്. രാവിലെ തന്നെ നമ്മൾ നെഗറ്റീവിലൂടെയാണ് നമ്മൾ എല്ലാവരും അല്ലെ. കാരണം കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരിക നെഗറ്റീവാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് നമ്മൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുക. അപ്പൊ നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാണുന്നുണ്ടോ മാം? ഹലോ, കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കുക. അതിന് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടത്, കാരണം പോസിറ്റീവ് സ്ട്രോക്ക് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം 3 പോയിന്റ്സിനെ കുറിച്ച് പറയാം. നമുക്ക് സെൽഫ് കോൺഫിഡന്റ് ആണ് വേണ്ടത്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ സെൽഫ് ലവ്. ഇത് 3 നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് ഫസ്റ്റ് ഘടകങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്താണ് സെൽഫ് കോൺഫിഡൻസ്? സെൽഫ് കോൺഫിഡന്റ് ഒരു മനുഷ്യന് എല്ലാവർക്കും ഇല്ലേ, നമ്മുടെ മരണം വരെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും മുന്നേറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഒരു കാര്യം, നമുക്ക് എല്ലാ സർട്ടിഫിക്കറ്റും നമ്മളുണ്ട്, പക്ഷെ ഒരാളെ കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്രത്തോളം സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലുണ്ടായിട്ട് അതുകൊണ്ട് ഒരു ഉപകാരം നമുക്കില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും നമുക്ക് വേണ്ടത് അതാണ്, സെൽഫ് കോൺഫിഡൻസ്. എനിക്ക് ആത്മവിശ്വാസമുണ്ട്, എന്റെ കാര്യങ്ങൾ എല്ലായിടത്തും എനിക്ക് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അത് മറ്റൊരാൾ നമുക്ക് നൽകില്ല. കാരണം മറ്റുള്ളവരെല്ലാം നമ്മളെ തളർത്താനും തകർത്താനും കഴിയുള്ളൂ എല്ലാവർക്കും. പക്ഷെ അത് നമ്മുടെ സ്വന്തം, നമ്മുടെ ലൈഫ് സ്കില്ലാണ്. അത് ലൈഫ് സ്കില്ലിന് ഏറ്റവും ഉത്തമമായ ഒരു പോയിന്റ് ആണ് നമുക്ക് സെൽഫ് കോൺഫിഡൻസ്. അത് നമ്മൾ തന്നെ നിർമ്മിച്ചെടുക്കണം, മറ്റൊരാൾക്ക് അതിന് സാധിക്കില്ല. അപ്പൊ നമ്മള് എനിക്ക് സാധിക്കും, എനിക്ക് സംസാരിക്കാൻ എനിക്ക് കഴിയും, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്. കാരണം അത് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചു ഞാനൊരു വലിയ ആളാണ്, ആ ഒരു ഉദ്ദേശമല്ല. നമ്മൾ ആരെക്കാളും വലിയവരുമല്ല താഴ്ന്നവരുമല്ല, പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്നുള്ള ആ ഉറച്ച വിശ്വാസം ഉണ്ടല്ലോ, അതാണ് സെൽഫ് കോൺഫിഡൻസ്. അതുപോലെ അടുത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് നന്ദി പറയുക അല്ലെ, എല്ലാത്തിനും നമ്മൾ നന്ദി പറയുക. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കാരണം നമ്മൾ ഉദാഹരണത്തിലൂടെ നമുക്ക് പറയാം. എന്റെ കയ്യിലൊരു വിലപിടിപ്പുള്ള നല്ലൊരു പേനയുണ്ട്. ആ പേന ഞാൻ ഒരാൾക്ക് കൊടുത്തു, അവർക്ക് എഴുതാൻ ആവശ്യത്തിന് അവർ വാങ്ങിച്ച് തിരിച്ചു തന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഇതൊരു 2 രൂപക്ക് പോലും വിലയില്ലാത്തൊരു പേന വലിച്ച് എന്റെ കൈക്ക് എറിഞ്ഞു തന്നിട്ട് എന്തായിരിക്കും എന്റെ അവസ്ഥ? പിന്നെ ഞാൻ ആ പേന കൊടുക്കുവോ? കാരണം എന്റെ അടുത്ത് ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കില്ല. അതുപോലെയാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരാണ്. കാരണം നമുക്ക് കിട്ടിയ എല്ലാം നമുക്ക് എപ്പോഴും ഇല്ലാത്ത പരാതിയെ കുറിച്ച്, പക്ഷെ നമ്മുടെ ശരീരം മാത്രം മതി നമുക്ക് എല്ലാത്തിനും അനുഗ്രഹം പറയാൻ. കാരണം ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് കാണാം, ആരോഗ്യം നഷ്ടപ്പെട്ട ഒരു അവസ്ഥ അല്ലെ. എല്ലാത്തിനും പിരിവ് നടത്തുന്ന ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന്റെ അല്ലെ, വൃക്ക മാറ്റിവെക്കല്, നമ്മുടെ ശരീരത്തിന്റെ കരൾ മാറ്റിവെക്കൽ, ഓരോ തലച്ചോറിന് ക്യാൻസർ, അങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങൾ. പക്ഷെ ഇതെല്ലാം നമുക്ക് ഉണ്ടായിട്ടും നമ്മുടെ ചിന്ത എന്താണ്? ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഉള്ളതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അത് ഏറ്റവും നമുക്ക് ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു പോസിറ്റീവാണ്, നമുക്ക് സന്തോഷം ലഭിക്കാൻ. കാരണം ഇല്ലാത്തതിനെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഉള്ളതിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കുക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ടി നമ്മൾ തന്നെ നിർമ്മിച്ചെടുക്കണം. അതൊരു ഉദാഹരണം പറയാം. ഞാൻ ജനിച്ചു വളർന്നത് ഗ്രാറ്റിറ്റ്യൂഡിലെയും പോസിറ്റീവിലെയും, പക്ഷെ ഞാൻ അറിയുന്നത് എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മരണത്തിന് ശേഷമാണ്. ഇങ്ങനത്തെ ഗ്രാറ്റിറ്റ്യൂഡിൽ ഇതിന് ശേഷമാണ് ഞാൻ അത് അറിയുന്നത്. കാരണം 12 വർഷമായി ഉമ്മ മരണപ്പെട്ടിട്ട്, ഉപ്പ മരണപ്പെട്ടിട്ട് 4 വർഷമായി. പക്ഷെ ഞാൻ ജനിച്ചു വളർന്നത് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ആണെന്ന് ഞാൻ അറിയുന്നത് ഓരോ ക്ലാസ്സിൽ കേൾക്കുമ്പോഴും, ഞാൻ പോസിറ്റീവിലൂടെ മാത്രമാണ് ജനിച്ച് എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം അന്ന് തിരിച്ചറിയുന്നത്. അതിനൊരു ഉദാഹരണം പറയാം. എന്റെ വീട്ടില് ഞാൻ 5 പെണ്ണും 3 ആണുമാണ്. അങ്ങനെ ഞാൻ 5ാമത്തതാണ്. എല്ലാവരും വിവാഹം കഴിഞ്ഞു. അതിനുശേഷം എന്റെ ഒരു ബ്രദർ ഉണ്ട്. എല്ലാവരും അവരെ വിവാഹം കഴിഞ്ഞു, ബാധ്യതകളെല്ലാം കഴിഞ്ഞു. അവര് ഡിഗ്രിയും ബി എഡൊക്കെ കഴിഞ്ഞ് എമ്മഡൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോസ്റ്റ് കിട്ടാന്ന് പറയുന്ന എന്റെ ബ്രദറിന്. അപ്പോൾ ഉമ്മയോട് പറഞ്ഞു, കാരണം ഉമ്മയുടെ അടുത്ത് തന്നെയുള്ള സാമ്പത്തികം ഉണ്ട്. സ്കൂളിൽ 13 വർഷം മുന്നേ ഇറങ്ങി തന്നെ
നമുക്ക് നല്ല എമൗണ്ട് വേണം, അല്ലെ ഒരു പോസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ 13 ലക്ഷം അന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ കാര്യം എന്നോട് പറഞ്ഞു അവന്, എനിക്ക് ഒരു പോസ്റ്റ് ഉമ്മയോട് നീ പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞ സമയത്ത് ഉമ്മ പറഞ്ഞു, ഞങ്ങൾ ഇത് കേട്ടത് നീയും അവനും മാത്രം, ഇങ്ങനെ 2 പേര് ഇത് കേട്ടിട്ടുള്ളൂ. കാരണം ഞാനത് തരാൻ തയ്യാറാണ്, പക്ഷെ എനിക്ക് 8 ആളുകളുണ്ട്. അപ്പൊ ഈ ബാക്കി 6 പേരുടെ സമ്മതം കിട്ടിയാൽ നിനക്ക് ഞാനത് നൽകാം. കാരണം അന്ന് എനിക്കതൊന്നൊരു പ്രശ്നം, കാരണം ഞാൻ പേരന്റ് ഒന്നും ആയിട്ടില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേക ഒരു താങ്ക്സ് എനിക്ക് പറയാറുണ്ട് എന്റെ പാരന്റ്സിനോട്. കാരണം ആ ഒരു ചിന്ത, കാരണം എന്റെ മറ്റു മക്കൾക്ക് എന്നെ കൊണ്ട് ഒരു വിഷമം ഉണ്ടാകരുത്, ഞാൻ കാരണമായിട്ട് എന്റെ മറ്റു മക്കളൊരു വ്യത്യസ്തത ഉണ്ടാകരുത് എന്നുള്ളൊരു ചിന്ത, ആ ചിന്തയാണ് നമുക്ക് എപ്പോഴും നമുക്കുണ്ട്. കാരണം അനുഭവമാണല്ലോ. അപ്പൊ എന്റെ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുക. ഇപ്പൊ 2 ആഴ്ച മുന്നേ ഞാൻ പത്രത്തിൽ വായിച്ചു, കാരണം ഉദ്യോഗസ്ഥയായ ദമ്പതികൾ കാറിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത. അപ്പൊ ഞാന് കാരണം അവർ ഉദ്യോഗസ്ഥർ, അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ബാധ്യതയും ഇല്ല, അതുപോലെ അവർ സ്വന്തം വണ്ടിയിലാണ് അവർ ഈ സൂയിസൈഡ് ചെയ്തത്. അപ്പൊ എന്താണ് കാരണം എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പൊ അതിൽ എന്താ കാരണം എന്നല്ല പറയണ്ട, അവർക്ക് 2 മക്കളുണ്ടായിരുന്നു. അപ്പൊ മകന്റെ ദ്രോഹം സഹിക്കാൻ വയ്യാതെയാണെന്ന്. അപ്പൊ എന്താ കാരണം? കാരണം ഒരു മകന്റെ പേരിൽ സ്വത്ത് എഴുതി കൊടുത്തു. കാരണം ഇതൊക്കെ നമ്മൾ തിരിച്ചറിവാണ്, ഇതൊന്നും അറിവല്ല, നമുക്ക് സർട്ടിഫിക്കറ്റോടൊന്നും ഇത് കിട്ടില്ല, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യങ്ങൾ. കാരണം ഇവിടെ ആരാണ് ഉത്തരവാദി? ഒരിക്കലും മക്കളാണോ അതോ പാരന്റ്സ് ആണോ? ഇതൊക്കെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട കാര്യങ്ങൾ. സത്യത്തിൽ ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ആണെന്നുള്ള എന്റെ ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായത് ഒരു പാരന്റിങ് ക്ലാസ്സിലാണ്. കാരണം ഒരിക്കലും നമ്മളെ മക്കളല്ല കുറ്റക്കാരൻ, നമ്മള് പാരന്റ്സ് ആണ്. നമ്മൾ ഓരോന്ന് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ, നമുക്ക് നല്ല ജോലി ഉണ്ടായി, അല്ലെങ്കിൽ നല്ല വീടുണ്ടായി, നല്ല കാർ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നല്ല ജീവിതം നയിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് തിരിച്ചറിവുകൾ, അറിവുകളല്ല തിരിച്ചറിവുകൾ കൂടെ നമുക്ക് വേണം. അപ്പോഴേ നമുക്ക് ഈ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് വേണ്ടതാണ് സെൽഫ് ലവ്. കാരണം സെൽഫ് ലവിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേക ഒരു ഫീൽ എനിക്ക്. ഞാൻ ഫസ്റ്റ് ടോപ്പിക് തന്നെ സെൽഫ് ലവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്, അല്ലെ? അപ്പൊ ഒരു പ്രത്യേക ഒരു സന്തോഷം അതിലുണ്ട്. കാരണം എനിക്ക് എന്റെ മനസ്സിൽ എനിക്ക് എന്നോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് ആ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് എനിക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം എനിക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയണം. കാരണം സത്യത്തിൽ ഞാൻ ആ സെൽഫ് ലവ് എന്ന ടോപ്പിക് ഇവിടെ പറഞ്ഞതിന് ശേഷം ഞാൻ സത്യത്തിൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് 2 മണിക്കൂർ മുന്നേ സെൽഫ് ലവിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാനത് എന്റേതായ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചപ്പം എനിക്ക് എന്നോട് തന്നെ കോൺഫിഡന്റും എന്നോട് തന്നെ അപ്രീഷിയേറ്റ് ഞാൻ ചെയ്തത്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഞാൻ എല്ലാവരെക്കാളും വലിയൊരാളാണ്, മറ്റുള്ളവർ എന്നെ കുറിച്ച് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ തന്നെ വലിയ ആള്, ആ ഒരു സിറ്റുവേഷൻ അല്ല സെൽഫ് ലവ്. കാരണം അത് നമ്മൾക്ക് കൊടുക്കേണ്ടതാണ്. അവിടെയൊക്കെയാണ് നമുക്ക് പോസിറ്റീവ് നമ്മളിലേക്ക് എത്തിപ്പെടുന്നത്. ഇനി പോസിറ്റീവ് സ്ട്രോക്ക് എന്താണെന്ന് പറയാം. കാരണം നമുക്ക് എല്ലാവർക്കും വേണ്ടത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് സ്ട്രോക്ക് ആണ്. കാരണം ഇന്ന് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും പോസിറ്റീവ് സ്ട്രോക്കിന്റെ അഭാവമാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവുമാണ്. പാരന്റ്സ് ആയാലും മക്കളായാലും അതുപോലെ നമ്മുടെ എല്ലാവരും റിലേഷൻസ് ഒക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് ആണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് പോസിറ്റീവ് അല്ല, നമുക്ക് ലഭിക്കുന്നത് നെഗറ്റീവ് ആണ്. കാരണം ആ പോസിറ്റീവ് കിട്ടാത്തത് കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. കാരണം ഉദാഹരണത്തിന് നമ്മള് എന്തെങ്കിലും ഒന്ന്, നമ്മളെ മക്കൾ ഒരു ഗ്ലാസ് പൊട്ടിച്ച സമയത്ത് നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, അല്ലെ? അതിന് പകരം അത് സാരമില്ല, അതൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് എനിക്ക് ലഭിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നെങ്കിൽ ആ കുട്ടിക്ക് ഒരു സമാധാനം. അതുപോലെ ഏത് കാര്യം നമ്മൾ പോസിറ്റീവ് ആയിക്കൊണ്ട് നമ്മൾ സംസാരിക്കും. അപ്പൊ നമ്മുടെ സംസാരം എപ്പോഴും പോസിറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ചുറ്റുപാടിലും മറ്റുള്ളവർക്കൊക്കെ മറ്റുള്ളവരിൽ നമുക്ക് ഇങ്ങോട്ടും ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. പോസിറ്റീവ് നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അത് ഉണ്ടാവണം. അപ്പോഴേ നമുക്കത് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പോസിറ്റീവ് തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും, നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കുക. ഉദാഹരണം പറയാം, ഒരു 2 ആളുകള്, 2 ഫാമിലി, വയസ്സായ ആളുകൾ, അവര് കടപ്പുറം കാണാൻ വന്ന സമയത്ത് 2 പേരും വയസ്സായ ആൾ. അപ്പൊ ഒരാള് ഭയങ്കര സന്തോഷത്തില്, മറ്റൊരാള് വളരെ ദുഃഖത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവര് ചോദിച്ചു, ഇനി ഇന്നലെ വന്നപ്പം വളരെ ഹാപ്പിയിലായിരുന്നല്ലോ, ഇന്ന് വല്ലാത്ത ദുഃഖത്തിലാണ് നിന്നെ കാണുന്നത്. അപ്പോൾ അവര് പറഞ്ഞു, ഞാന് എന്റെ മക്കളെ ചെറുപ്പത്തിലെ ഞാന് ബീച്ചിലൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ ഈ വയസ്സ് സമയത്ത് എനിക്ക് നടക്കാൻ സാധിക്കില്ല. അപ്പൊ അവന്റെ സഹായത്തോടെ മാത്രമാണ് എനിക്ക് ഇവിടെ എത്താൻ സാധിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഗതികേടില് ഞാൻ ആയല്ലോ എന്നുള്ള ടെൻഷനാണെന്ന്. അപ്പൊ മറ്റേയാള് വല്ലാത്ത ഹാപ്പിയിലാണ്. അപ്പൊ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ വളരെ ഹാപ്പിയില്ല? അപ്പൊ ഞാൻ ചെറുപ്പത്തിലെ അവനെ ഞാൻ ബീച്ചിലൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അവരന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഇന്ന് അവൻ എന്റെ കൈ പിടിച്ച് ഇവിടെ വന്നു വരുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, 2 സംഭവം ഒരേ കാര്യമാണ്. കാരണം ഇവിടെ ചിന്തയാണല്ലേ.
നമ്മുടെ ചിന്തയാണ്. നമുക്കെല്ലാം നമുക്ക് ലഭിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ ചിന്ത നെഗറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നും നേടിയേക്കാൻ സാധിക്കില്ല. അപ്പൊ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കുക. നമ്മളെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കുക. പോസിറ്റീവ് സ്ട്രോക്ക് അതിന് വേണ്ട പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ നമ്മൾ ഈ സമയത്ത് വി വിൽ പ്രസന്റ്, നമ്മൾ ഇപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ ജീവിക്കും. നമുക്കിപ്പോ എന്താണുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക. കാരണം കഴിഞ്ഞു പോയതിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ആവലാതിപ്പെടാതെ നമ്മൾ ഇപ്പോൾ സന്തോഷത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആ ഒരു ചിന്ത നമ്മുടെ ഇപ്പൊ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ പല ചിന്ത ആ സമയത്ത് നമുക്ക് വരും. അപ്പൊ നമ്മൾ എന്താ, എനിക്കിപ്പം സന്തോഷത്തോടെ എനിക്ക് ഉറങ്ങണം, ആ ഒരു ചിന്ത ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ ചിന്ത പോസിറ്റീവ് ആക്കിക്കൊണ്ടേ നമ്മൾ ഇരിക്കുക. കാരണം നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല ഈ ലോകത്തേക്ക് എത്തിയത് അല്ലെ. ഒരാള് നമ്മളെ ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ ഇവിടെ എത്തുന്നത്. അതുപോലെ നമ്മൾ തിരിച്ചു പോകുന്നത് നമ്മളെ ഉദ്ദേശം കൊണ്ട് മാത്രമല്ല. അപ്പൊ ഇതിന്റെയൊക്കെ ഡിവൈൻ പർപ്പസ് ഉണ്ട് ഇതിന്റെ പിന്നിലെല്ലാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മള് തീരുമാനപ്രകാരം എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമുക്കിപ്പോ കിട്ടിയ അവസരം ജീവിതം പറഞ്ഞാൽ നമുക്ക് കിട്ടിയൊരു അവസരമാണ്. അവിടെ നമ്മൾ പോസിറ്റീവിലൂടെ നമ്മളത് മുന്നേറുക. കാരണം മഴയും വെയിലൊക്കെ നമ്മൾ കാണുന്നില്ല, അതുപോലെ തന്നെയാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം കൂടിച്ചേർന്നതാണ് അല്ലെ. ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കുണ്ടാവും, അതെല്ലാം ആണെന്നുള്ളത് നമ്മൾക്ക് കൊടുക്കുക. അത് മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരില്ല. കാരണം ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമുക്ക് സങ്കടപ്പെടുമ്പോൾ ഒരു വിഷമം വരുന്ന സമയത്താണ് നമ്മൾ പറയാ, എത്രമാത്രം ദൈവം എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നു, ഞാൻ മാത്രമാണല്ലോ ഇങ്ങനെ. അങ്ങനെ ഒരു ചിന്ത നമ്മൾ വരുന്നത്. കാരണം നമുക്ക് കിട്ടിയതൊന്നും നമുക്ക് ഓർമ്മയില്ല. അതുവരെ എത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു അതിനു മുന്നേയുള്ള. അപ്പൊ ഈ സമയത്ത് നമ്മൾ കിട്ടിയതിന് മാത്രം അനുഗ്രഹങ്ങളെ അതിൽ സന്തോഷിക്കുക. അതുപോലെ പോസിറ്റീവ് നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയത്. അത് നമ്മൾ അതുപോലെ ബുക്ക് വായിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്കുകൾ, നല്ല നല്ല സ്റ്റോറീസ്. കാരണം ഓരോരുത്തർ വളരെ അവരെ ബുദ്ധി ഉപയോഗിച്ച് എഴുതി ഉണ്ടാക്കി അവരെ എക്സ്പീരിയൻസ് ആവും ഓരോ ബുക്കിലുണ്ടാവും അല്ലെ. കാരണം അത്രമാത്രം അവർ റിസർച്ച് ചെയ്തിട്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് പ്രത്യേക ഒരു സന്തോഷം നമ്മൾ ഉണ്ടാകും. അപ്പൊ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിക്കാണ്ട്, കാരണം മറ്റുള്ളവരുടെ അനുഭവം നമ്മളിലേക്ക് എത്തുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷം ഉണ്ടാവില്ല. അതുപോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ നമ്മൾ പ്രകൃതിയിൽ ഇറങ്ങി നടക്കല്ലേ. നമുക്ക് സത്യത്തിൽ ജീവിതം ഒരു ആസ്വദിക്കാനുള്ളതാണ്. പക്ഷെ നമുക്ക് ആസ്വദിക്കാൻ ഒരു ചെലവുമില്ല. പക്ഷെ ഈ ആസ്വാദനം മറ്റുള്ളവരെ അറിയിപ്പിക്കാൻ നമുക്ക് ചെലവ് അല്ലെ. മറ്റുള്ളവരെ നമ്മളെ കുറിച്ച് നല്ലത് വിചാരിക്കണം. അവര് വിചാരിക്കണം നമുക്ക് വലിയ വണ്ടിയുണ്ട്, വലിയ വീടുണ്ട്. കാരണം നമ്മളെ കുറിച്ച് നമ്മളെന്താ ചിന്തിക്കുന്നത് അതല്ല. അതുപോലെ തന്നെ നമ്മൾ സത്യത്തിൽ പ്രകൃതിയിലൊക്കെ ഇറങ്ങി നമുക്ക് നടക്കുമ്പോൾ ആ ഭൂമിയുടെ കിളികളെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേക സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമുക്ക് അതിനൊന്നും സമയമില്ല അല്ലെ. അതുപോലെ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ ചിന്തിക്കുക നമുക്ക് നമ്മുടെ മനസ്സിലോട്ട്. കാരണം 24 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാൽ പോലും നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ആവശ്യമുള്ളത്. കാരണം നമ്മൾ കടയിൽ ചെല്ലുന്ന സമയത്ത് ആ കടയിൽ സൂപ്പർ മാർക്കറ്റ് ചെല്ലുമ്പോൾ എത്ര സാധനങ്ങൾ അവിടെ ഉണ്ടാവും, അതെല്ലാം നമ്മൾ വാങ്ങിക്കണില്ലല്ലോ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ട് അതിന് ബില്ലടിച്ച് പോകും. അതുപോലെ നമ്മുടെ ചിന്ത ധാരാളം ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ സൈലന്റ് ആയിരുന്നാൽ മതി, എത്രമാത്രം ചിന്തകൾ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കുക. നമുക്ക് വേണ്ടത് അത് നമ്മ തന്നെ നെവർ മൈൻഡ് ചെയ്യണം. അത് വേറൊരാൾക്കും കഴിയില്ല. അപ്പൊ നമ്മുടെ മൈൻഡ് നമ്മൾ റെഡി ആക്കിയിട്ട് നമ്മൾ പോസിറ്റീവ് ആക്കിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ മെഡിറ്റേഷൻ അഫർമേഷൻ അതൊക്കെ വളരെയേറെ നമ്മുടെ മൈൻഡിൽ നമുക്ക് പോസിറ്റീവ്. കാരണം നമ്മൾ കണ്ണടച്ച് ചെയ്യുമ്പോൾ ഒരു രാവിലെ നമ്മൾ ഏറ്റവും നല്ല സമയം രാവിലെ നമ്മൾ എണീറ്റ് ഉണർന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഒരു മെഡിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളെ പാകപ്പെടുത്തി എടുക്കുന്ന സമയമാണ് ആ സമയം അല്ലെ. എല്ലാവരും ഉറങ്ങുന്നത് നേരത്തെ എണീക്കണം, അതാണ് ഏറ്റവും നേരത്തെ എണീറ്റിട്ട് നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മളെ കർമ്മങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ഫീൽ ഉണ്ടാവും. കാരണം അവിടെ വേറെ സൈലന്റ് ആവും. അപ്പൊ നമ്മുടെ മനസ്സിലോട്ട് നമ്മളെ ചിന്തകള് നല്ല രീതിയിൽ നമുക്ക് പോസിറ്റീവ് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണത്. അതുപോലെ ഞാൻ എന്റെ മോനക്ക് കൊടുത്തൊരു പോസിറ്റീവ് സ്ട്രോക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ മോനെ UKG പഠിക്കുന്ന ഒരു മോനുണ്ടായിരുന്നു. അവന് കഴിഞ്ഞ വർഷം ആ സമയത്ത് സ്കൂള് വിട്ട് ഞാൻ എന്നും ശ്രദ്ധിക്കാറുണ്ട്, എന്നും ഫുൾ മാർക്ക് കിട്ടും ഡിറ്റക്ഷനിലൊക്കെ. ഈ സമയത്ത് ഇവന് 2-3 ദിവസം സ്കൂളിൽ പോവില്ല, എനിക്ക് ശ്രദ്ധിക്കാനും പറ്റില്ല. അപ്പൊ മാർക്ക് കുറഞ്ഞു വന്നു, 1 മാർക്കൊക്കെ ആയിട്ട് വന്നു. അപ്പൊ ടീച്ചർ നോട്ട്സ് ഇതില് എഴുതി ഇട്ടു, മോനെ ശ്രദ്ധിക്കണം, മാർക്കൊക്കെ കുറവാണെന്ന്. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് കിട്ടിയത് എനിക്കറിയാം. പക്ഷെ ഇവൻ ഓടി വരുന്ന സമയത്ത് എന്നോട് പറയാറുണ്ട്, എന്നും സാറ് എനിക്ക് കാണിച്ചു തരും. അപ്പൊ അന്ന് വന്നപ്പോ ഈ സമയത്ത് ഇവനിങ്ങനെ പറഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്താ ഇതിൽ എഴുതിയത്. അപ്പൊ എന്നോട് മിസ് എന്തോ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് നോക്കിയേന്ന് പറഞ്ഞു.
നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞു, മോൻ നല്ല പഠിക്കുന്ന മോനാണെന്നാണല്ലോ ഇതില് എഴുതിയത്, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആ മോന്റെ എഴുതി. പെട്ടെന്ന് എന്റെ മനസ്സിലോട്ട് വന്നത് അതാണെന്ന് ടീച്ചർ എഴുതിയതെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അതിൽ വരുന്ന ഡ്രസ്സൊക്കെ മാറ്റി എന്താ ഫുള്ള് അവന് എഴുതി റെഡിയാക്കി. അവന് വൈകുന്നേരം നേരെ ഡ്രസ്സൊക്കെ മാറ്റി എഴുതാനുള്ള പെട്ടെന്ന് എഴുതി. ഒക്കെ എഴുതി കഴിഞ്ഞ് പിറ്റേന്ന് എനിക്ക് പനി ആയതുകൊണ്ട് ക്ലാസ്സിൽ പോകാൻ സാധിച്ചില്ല. അപ്പൊ വൈകുന്നേര സമയത്ത് എന്നോട് ചോദിച്ചു, ഇന്ന് മിസ് എന്തെങ്കിലും എഴുതാൻ വിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ മിസ് എഴുതാൻ വിട്ടിട്ടുണ്ട്. അപ്പൊ അവനൊക്കെ എഴുതി റെഡിയാക്കി പഠിച്ചു. അപ്പം പിറ്റേ ദിവസം ക്ലാസ് ചെന്നപ്പോ ഇവനാ ഡിറ്റേഷൻ എടുത്തപ്പോ ഫുൾ മാർക്ക്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ്, സത്യത്തിൽ ഈ ടോപ്പിക് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം അതാണ്, പോസിറ്റീവ് സ്ട്രോക്ക്. കാരണം നമ്മൾ കൊടുത്ത പോസിറ്റീവ് എത്രമാത്രം അവിടെ മൈൻഡിൽ എത്തി എന്നുള്ളൊരു സ്ട്രോങ്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതേ, കാരണം പിന്നെ അവന്റെ കാര്യം അവനും ചെയ്യും. പിന്നെ ഇപ്പൊ അവന് 1ാം ക്ലാസ്സിലാണ്. പക്ഷെ സംഭവത്തിൽ ഞാൻ ആ കാര്യം ഫുള്ള് ഞാൻ മറന്നിട്ടുണ്ട്. ഇപ്പൊ ഈ 1ാം ക്ലാസ്സിൽ ഇതേവരെ 4 ദിവസം സ്കൂളിൽ പോയില്ല. പോകാത്തപ്പം എന്നോട് വെറുതെ അവൻ എന്ന് എഴുതാനുള്ള എഴുതിയിരിക്കും. പക്ഷെ 4 ദിവസം പോവാത്ത അവന് അന്നും ഫുൾ മാർക്ക് വാങ്ങിച്ചു വന്നു. അപ്പൊ എന്നോട് ടീച്ചർ, നിങ്ങൾ കണ്ടില്ല ഗ്രൂപ്പിൽ ഫോട്ടോ വന്ന്, എന്റെ ഫോട്ടോ ഉണ്ട് ഞാൻ പോവാത്തിട്ട് എനിക്ക് ഫുൾ മാർക്ക് കിട്ടി. അപ്പൊ ആ മനസ്സിൽ എന്താണ് സത്യത്തിൽ അതാണ് എന്റെ മനസ്സിൽ എത്രമാത്രം നമ്മളാണ് നമ്മുടെ മക്കൾക്ക് എപ്പോഴും പോസിറ്റീവ്. കാരണം നമ്മൾ അതിന് പകരം ഞാൻ അവനോട് പറയണം, നിന്റെ മാർക്ക് കണ്ടില്ല അല്ലെങ്കിൽ നിന്റെ എഴുത്ത് കണ്ടില്ല, നെഗറ്റീവ് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കളിൽ ഒന്നും നമുക്ക് കിട്ടില്ല. അതാ നമ്മളെ മക്കളിൽ നിന്ന് എന്തായാലും നമ്മൾ നെഗറ്റീവ് പറയരുത് എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കാരണം അപ്പോഴും നമ്മളെ എത്രത്തോളം പോസിറ്റീവ് കൊടുക്കുന്നു അത്രത്തോളം നമ്മളെ കുറിച്ച് നമുക്കറിയില്ല. നമുക്കൊരാൾ നെഗറ്റീവ് തരുന്ന സമയത്ത് നമ്മുടെ സിറ്റുവേഷൻ എന്തായിരിക്കും നമുക്ക് കഴിയില്ല അല്ലെ. അതുപോലെ തന്നെയാണ് അവരും. അപ്പൊ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ച് കിട്ടും. നമ്മുടെ പോസിറ്റീവ് ആണോ നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ നെഗറ്റീവ് ആണോ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ അത് സത്യത്തിൽ പേരൻസ് നമുക്ക് അറിവുണ്ടായിരിക്കുക എന്നുള്ള ഒരു ജോലി, അല്ലെങ്കിൽ ഉയർന്ന ശമ്പളം വാങ്ങുക അല്ലെങ്കിൽ ഉയർന്ന ജോലി വാങ്ങിക്കുക എന്ന് മാത്രമല്ല, പക്ഷെ നമുക്ക് അറിവുണ്ടാക്കുക മാക്സിമം. നമ്മുടെ മക്കളുടെ ആയാലും നമുക്ക് വീട്ടിലായാലും നമുക്ക് അറിവുണ്ടായിരിക്കുക. പുസ്തകം വായിച്ചിട്ട് നമ്മൾ ഒഴിവ് സമയം വെറുതെ റീൽസും അതും ഇതൊക്കെ കണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുക. അതിന് മാത്രം ഉപകാരം നമുക്കല്ലേ. ഇപ്പൊ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് അത്രമാത്രം സജ്ജീകരണപ്പെട്ട ഓരോരുത്തരുടെ മൈൻഡിന്റെ ഇതല്ലേ കമ്പ്യൂട്ടറൊക്കെ കണ്ടുപിടിച്ചത്. അപ്പൊ അത് നമ്മളെ മൈൻഡ് നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു വൻ വിജയം ഉണ്ടാകും അല്ലെ. ജീവിതത്തിൽ കിട്ടുന്ന A+ ആണ് നമുക്ക് ഏറ്റത്. കാരണം പാഠപുസ്തകത്തിൽ നമുക്ക് A+ കിട്ടുന്ന പഠിച്ച ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടാണ് നമുക്ക് A+ കിട്ടുക. ആ A+ന് നമ്മുടെ സർട്ടിഫിക്കറ്റിന് എല്ലാവരും അല്ലേ. പക്ഷെ ഈ ജീവിതത്തിൽ പറഞ്ഞാൽ ജീവിത പാഠങ്ങൾ പറഞ്ഞാൽ അതില് പഠിക്കാത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവുക. അതിൽ പരാജയങ്ങൾ മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ. ആ പരാജയത്തിൽ നിന്നാണ് വിജയത്തിലേക്ക് എത്തേണ്ടത്. അതൊക്കെ നമ്മുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം എന്താണെന്ന് നമ്മൾ പഠിക്കണം. കാരണം നമ്മൾ നടക്കുന്നത് എത്ര പ്രാവശ്യം വീണിട്ടാണ്. ഫസ്റ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ചെറിയല്ലേ, ചൈൽഡ്ഹുഡ് പറഞ്ഞാൽ തന്നെ വലിയൊരു ലോകമാണ്. അതിൽ എത്രമാത്രം ഘട്ടം ഘട്ടമായിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവിടൊക്കെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, പഠിക്കാനും ഉണ്ട്. ഘട്ടം ഘട്ടമായിട്ട് നടന്ന് പഠിക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ പരാജയത്തിൽ മാത്രം നമുക്ക് ധാരാളം പഠിക്കാനുള്ളത്. വിജയിക്കുമ്പോൾ നമുക്ക് അത് ആഘോഷമായി കാണും. പെടുമ്പോൾ അവിടെയാണ് നമ്മുടെ ശക്തി, നമ്മുടെ എല്ലാ ശക്തിയും നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ പ്രത്യേക ഒരു ചിന്ത വരും. അത് നമ്മൾ മാക്സിമം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥ. അവിടെ നമുക്ക് വിജയിക്കാൻ സാധിക്കണം അല്ലെ. അവിടെയാണ് നമുക്ക് എല്ലാവർക്കും വിജയം വേണ്ടത് അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രവർത്തിക്കും. എല്ലാവരോടും ഇത്ര സമയം നിങ്ങളോട് സമയം ചെലവഴിച്ച എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ എല്ലാവർക്കും പങ്കുവെക്കാം. ഡൗട്ട് പോസിറ്റീവ് സ്ട്രോക്കിനെ പറ്റി നല്ല വ്യക്തമാക്കി ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്. അപ്പോ നമ്മുടെ ലൈഫില് മക്കൾക്കായാലും ഭർത്താവിനായാലും കൊടുക്കേണ്ടത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ടച്ചിങ്ങിലൂടെ ആയാലും ഫീലിങ്ങിലൂടെ ആയാലും സംസാരത്തിലൂടെ ആയാലും പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ തന്നെ മാം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാമിനോട് തന്നെ ചോദിക്കാം. എല്ലാരും ഉറങ്ങിയോ? വീഡിയോ ഓണാക്കാതെ എല്ലാരും ഉറങ്ങിയിട്ടുണ്ടോ? ആരും ഒന്നും പറയുന്നില്ല. ഹലോ, അടിപൊളി ആണോ? വീഡിയോ ഓണാക്കാത്ത നല്ല ചുമയാണ്, സംസാരിക്കുമ്പോഴേക്ക് ചുമ വരും. എനിക്ക്
ഒരുപാട് കാര്യങ്ങൾ നബില പറയാനുണ്ട്, സംസാരിക്കാൻ പറ്റുന്നില്ല, ചുമ ഉള്ളതുകൊണ്ട്. ഇപ്പൊ കാലാവസ്ഥയുടെ പ്രശ്നം എല്ലാവർക്കും ഉണ്ടല്ലോ, ചുമ കൂടുതലായിട്ട് കാണുന്നുണ്ട്. മാമിന് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട്. എന്താണ് പോസിറ്റീവ് സ്ട്രോക്ക് എന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ എല്ലാവർക്കും? ആരും എന്തെങ്കിലും ഉണ്ടെന്നില്ല ഡൗട്ട്സ് സാർ. ഉണ്ടെങ്കിൽ ക്ലിയർ ആയി. ഹലീമ മാം ചോദിച്ചോളൂ. ക്ലിയർ ആയിട്ടുണ്ട് മാം, പോസിറ്റീവ് തിങ്സ് എന്താണെന്ന്. പ്രത്യേകിച്ച് അതിൽ ആർക്കും, കാരണം വളരെ സിമ്പിൾ ആയിട്ടല്ലേ പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ട് തന്നെ അതിൽ പിന്നെ പ്രത്യേകിച്ച് ആർക്കും ഡൗട്ട്സ് ഒന്നുമില്ല. നല്ല അതായത് നമുക്ക് കാര്യം പറയുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് മാം അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. പ്രത്യേകിച്ച് അവരുടെ അനുഭവങ്ങളും കൂടിയാണ് അവരവിടെ പറഞ്ഞത്. അനുഭവം പറഞ്ഞിട്ട് പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ആഴത്തിൽ നമ്മളെ അത് ടച്ച് ചെയ്യും. മനസ്സിലായില്ലേ? ഈ പറയുന്ന പോലെ മാം ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. മാമിന്റെ അനുഭവത്തിൽ നിന്ന് മക്കൾക്ക് മാം കൊടുത്തതും അങ്ങനെ തുടങ്ങി ഒരുപാട് അനുഭവത്തിലൂടെ, അല്ലാതെ പുസ്തകം വായിച്ചതോ അല്ല അങ്ങനെയുള്ള അറിവുകളൊന്നും അല്ല, സ്വന്തം അനുഭവമാണ് ഇവിടെ വന്ന് സംസാരിച്ചത്. അപ്പൊ അത് തന്നെ നമുക്ക് വളരെ ഒരു പ്രചോദനമാണ്. മറ്റൊരാള് സ്വന്തം അനുഭവം പറയുമ്പോൾ അത് നമുക്കതൊരു കൂടുതൽ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നതിനപ്പുറത്തേക്ക് അവിടുന്ന് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് വരുന്നത്, ഉള്ളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായി എന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് സ്ട്രോക്കിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എങ്കിലും മാമിനോട് പറയാം. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ജാസ്മിൻ മാം പറഞ്ഞ പോലെ നല്ല ഉഷാറായിട്ട് പറഞ്ഞു. ഡൗട്ടൊന്നും വരേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. നല്ല ഭാഷയിലൂടെ തന്നെ അമ്മ മനസ്സിലാക്കി തന്നില്ലേ. താങ്ക്സ്. ആർക്കും ഒന്നും പറയാനില്ല? ഫീഡ്ബാക്ക് എങ്കിലും പറയൂ. എല്ലാവരും എന്താ ഇങ്ങനെ? അസ്മ, ഷഫി, സലീന മാം, രഹന മോൾ എല്ലാവരും വന്നിട്ട് ഫീഡ്ബാക്ക് എങ്കിലും ജസ്റ്റ് ഒന്ന് പറയൂ. ഫോണൊക്കെ വെച്ചിട്ട് എല്ലാവരും പല പണിയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ സ്ത്രീകളാണല്ലോ പൊതുവെ മൾട്ടി ടാസ്കിങ്. വീഡിയോ ഓൺ ആക്കാതിരുന്നാല് അറിയില്ല നമുക്ക്. എല്ലാവരും കിടന്നറിയിട്ടുണ്ടോ? മക്കള് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയവരെ ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. എല്ലാവരും ആരെങ്കിലും പറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അടിപൊളി ക്ലാസ് ആണ്. പെട്ടെന്ന് പറഞ്ഞ ഒരൊറ്റ ശ്വാസത്തിന് പറഞ്ഞ പോലെ കുറച്ച് അടിപൊളിയായി. നല്ല നന്നായിട്ടുണ്ട്. എനിക്ക് ഇന്നൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്റെ മക്കൾക്ക് കുറച്ചൊക്കെ നെഗറ്റീവ് കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ടല്ല ഞാൻ അങ്ങനെ കൊടുത്തിരുന്ന ആളാണ്. പക്ഷെ ഞാൻ പാരന്റ് ക്ലാസ് കേട്ട സമയത്താണ് എന്റെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ. അപ്പൊ അന്നേ എന്റെ മനസ്സിലുണ്ട് എനിക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവണമെന്ന്. കാരണം നമുക്ക് അറിയാതെ പല തെറ്റുകളും നമ്മൾ സംഭവിക്കുമല്ലോ, മനുഷ്യരല്ലേ. അപ്പൊ അത് നമുക്ക് കിട്ടിയത് മക്കളോട് നമ്മളിങ്ങനെ നേരം വെളുക്കുമ്പോ തന്നെ എണീക്കുമ്പോ തന്നെ ഞാനൊക്കെ ഭയങ്കര ദേഷ്യാണ്. കാരണം എണീക്കൂല. എന്ത് അപ്പൊ മുതൽ തുടങ്ങും ഒച്ചവിളി. അതെ, എന്റെ അതെന്ത് മോൻ ചെയ്യണം? അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ചോദിക്കും, കുറെ പ്രാവശ്യം പറയും മോൻ രാവിലെ നേരത്തെ എണീക്കില്ല, നല്ല മോൻ. അപ്പൊ രാവിലെ അങ്ങനെ തന്നെ പറയും. കുറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കും, പോസിറ്റീവ് ആയിക്കൊണ്ട് മോൻ നല്ല മോനല്ലായിരുന്നു, നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞ് ബ്രഷൊക്കെ കൊണ്ട് വെച്ച് ഡ്രസ്സൊക്കെ വെച്ചാൽ പിന്നെ അവന് എല്ലാം ചെയ്തു വരും. അപ്പൊ അതിനു മുന്നേ ഞാനങ്ങനെ തന്നെ വടിയെടുത്ത് തല്ലായിരുന്നു. ഇപ്പൊ ഇതൊക്കെ വ്യത്യാസം വന്നു. അപ്പൊ അന്നേ എന്റെ മനസ്സിലുണ്ട് എനിക്ക്. കാരണം നമുക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. നമ്മളെ അതെ, അതെ. അനുഭവത്തെ മക്കളും തീർച്ചയായിട്ടും ഇപ്പൊ വ്യത്യാസം. ഇങ്ങനെയൊക്കെ കേൾക്കണോണ്ട് എന്താ പറയാ, കൊറേ പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോ തന്നെ കൊറേ നിർത്തലുണ്ട്. അതെ അതെ, അറിയാതെ നമ്മൾ പറയുമ്പോ അറിയാതെ. അവർക്ക് സാധിക്കാണ്. അതെ, അതെ. ശരിയാണ്. അത് രാവിലെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുട്ടികളോട് നമ്മൾ പറയുന്നത് ഇപ്പൊ 5 മണി ആയാലും നമ്മൾ പറയുന്നത് 6 മണിയെ എഴുന്നേൽക്കുന്നതാണ്. അതെ, അതായത് അതെ. ശരിയാണ്. രാവിലെ ആ കുട്ടി കേൾക്കുന്നത് തന്നെ ഉമ്മ കള്ളം പറയുന്നത് കേട്ടോ. ഉമ്മ എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ ഇപ്പൊ 6 മണിയായി എന്ന് പറഞ്ഞ പിന്നെ 5:45 6 മണിയായി എന്ന് പറയും. അപ്പൊ തന്നെ അവന് ഉറപ്പിക്കും എന്താണ് ഇത് 6 മണി ആയിട്ടില്ല, 5:45 പറയുന്നത്. നമ്മൾ ആ ഫസ്റ്റ് വിളിയിൽ ആ കുട്ടി എഴുന്നേൽക്കില്ല, പെട്ടെന്ന് എഴുന്നേൽക്കും, ഒരുപാട് സമയമായി എന്ന് പറയും.
പക്ഷെ കൊച്ചു മക്കളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഭർത്താവോ അല്ലെങ്കിൽ അമ്മായിയമ്മയോ അല്ലെങ്കിൽ സ്വന്തം ഉമ്മയോ വന്നിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റാണെന്ന് പറഞ്ഞ് രണ്ടും തട്ടും തട്ടി കുലുക്കിയൊക്കെ വിളിച്ചാൽ സ്വാഭാവികമായി നമുക്ക് എന്തായിരിക്കും ആ സമയത്ത്? അവര് ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറക്കത്തിൽ നിന്ന് അവര് എഴുന്നേറ്റ് അവരുടെ കാലുകൾ തറയിൽ വെക്കണം. തറയിൽ വെച്ചിട്ട് ഞാൻ നിലത്താണ് നിൽക്കുന്നതെന്ന് ആ ബോധം ആ കൊച്ചിന് വരണം. അതിനുള്ളൊരു സാവകാശം, അതൊരു ക്രൂരതയാണ്. ഉറങ്ങിക്കിടക്കുന്ന മക്കളെ അങ്ങനെ വിളിക്കാൻ പാടില്ല. ഞാൻ ചെന്നിട്ട് ഫസ്റ്റ് ആദ്യം കാലില് ജസ്റ്റ് ഒന്ന് ചുരണ്ടും, എന്നിട്ട് ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ നാക്കും. അപ്പോ ആളൊന്ന് മനസ്സിലാവും. ഒരു കൊതുക് വന്ന് നമ്മളെ ശല്യം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഉണരും. അപ്പൊ അതുപോലെ അവരെ ഒരു തൂവൽ സ്പർശത്തിലൂടെ അവരെ ഉണർത്തിക്കൊണ്ടുവരാം. വന്നിട്ട് ഞാനിങ്ങനെ പാട്ട് പാടും. അത് നേരം വെളുത്തു സൂര്യൻ ഉദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കള്ളപ്പാട്ടൊക്കെ ഇങ്ങനെ പാടും. ഓരോ ദിവസം ഓരോ കള്ളപ്പാട്ടൊക്കെ ഇങ്ങനെ പാടും. എന്നിട്ട് ഇക്കിളിയിടും. പിന്നെ അപ്പോഴത്തേക്ക് ആള് ഉണരാൻ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും ഞരങ്ങാൻ തുടങ്ങും. അപ്പം പകുതി ഉണർച്ചയായി. പിന്നെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് നന്നായിട്ട് ഇക്കിളിയാക്കും. ഇക്കിളിയാക്കുമ്പോ നന്നായിട്ട് ചിരിക്കുമ്പോ അവരുടെ മൂഡ് ഓക്കെ ആവും. അപ്പൊ അവര് ചിരിച്ചോണ്ട്, പിന്നെ ചില സമയം കിടന്ന് കാറി വിളിക്കാറുണ്ട്. ഉണർത്തുന്നതിന്റെ ആ ശല്യം കരുതിയിട്ട് നമ്മൾ ഇക്കിളി ഇടുമ്പോ അവർക്ക് ശല്യം കരുതിയിട്ട്, എന്നിട്ട് ഇങ്ങനെ കള്ളപ്പാട്ടൊക്കെ ഇങ്ങനെ പാടി അവരെ സന്തോഷിപ്പിച്ച് എണീപ്പിച്ചാൽ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ട് അവര് മുന്നോട്ട് പോകും. പക്ഷെ നമ്മള് തിരക്കിട്ട അല്ലെ, അവരുടെ ലെവലിലല്ല നമ്മളെ ലെവലിൽ അവർ കാണുന്നത്. പക്ഷെ ഇത് ചെറിയ കുട്ടികളുടെ ലെവലിലല്ല നമ്മളെ കാണുന്നത്. നമ്മൾ ആ കാലത്തൊക്കെ നമ്മൾ അതെ, ഈ ഒരു മെത്തേഡ് ഞാൻ പഠിച്ചതിന് ശേഷം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ ഇക്കാലത്തായാലും ദേഷ്യപ്പെട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയാം, അങ്ങനെ വിളിക്കരുത് പിള്ളേരെ, അവർ ഉറങ്ങിക്കിടക്കണം. ഉറക്കത്തിൽ അവരിങ്ങനെ ഞെട്ടി ഉണരുമ്പോ ആ ഉണർച്ച തന്നെ ഞെട്ടിയായി പോകുമ്പോൾ, കാരണം ഒരു പുതിയ ജന്മമാണ്. ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്ന ഒരു, അല്ലെ, ആ ഉറക്കിൽ നമ്മൾ മരിച്ചില്ലല്ലോ. അപ്പൊ നമ്മൾ ആ പ്രഭാതത്തിൽ, അത് നമ്മളായാലും അങ്ങനെ തന്നെയാണ്, ആ പ്രഭാതത്തിൽ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ചെയ്തിട്ട്, ഇപ്പൊ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്ലോകം, അറബി ശ്ലോകം അവർ ചൊല്ലിക്കൊണ്ടാണ് എഴുന്നേക്കുന്നത്, അൽഹംദുലില്ലാഹി അല്ലദീ എന്ന് തുടങ്ങിയിട്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർക്കും ഉണ്ട് അവരുടേതായ ഒരു ഇത്. ഹിന്ദുവിനെ സംബന്ധിച്ച് അവർക്കും ഉണ്ട്. അപ്പൊ ആ ദൈവത്തിന് നന്ദി പറഞ്ഞു, കാരണം ആ ഉറക്കിൽ മരിപ്പിച്ചില്ലല്ലോ, നമ്മളെ ജീവനോടെ നമ്മളെ വീണ്ടും ഉണർത്തിയല്ലോ. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് ആ പ്രഭാതം എന്ന് പറയുന്നത് ഒരു പുതിയ പ്രഭാതമാണ്, ഒരു പുതിയ ജന്മം. അപ്പൊ നമ്മള് ആ ഒരു പുതുജന്മം തന്നെ നശിച്ചു തുടങ്ങിയാൽ എന്താണ് അവസ്ഥ? ഒരു നാശം കൊണ്ട്, ഒരു പ്രാക്ക് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ദേഷ്യം കൊണ്ട് തുടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അവിടെ തന്നെ നമുക്ക് രാവിലെ നമ്മളെ മക്കൾക്ക് കൊടുക്കണതേ നെഗറ്റീവ് സ്ട്രോക്കാണ്. ഒന്നാമതേ നമ്മൾ പ്രഗ്നൻസിയിൽ ക്യാരി ചെയ്ത കുറെ നെഗറ്റീവ് ലോട്ട്സ് അത് അവരുടെ ഉള്ളിലുണ്ട്. പിന്നെ അവരെ ജനിച്ചപ്പോൾ അവർക്ക് ഈ മുലയൂട്ടുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു കൂട്ടിയ കുറെ തോട്ട്സ് അവരിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവർ കണ്ടതും കേട്ടതും അറിഞ്ഞതും, ഏറ്റവും കൂടുതൽ ഉമ്മമാർക്കാണ് ഈ ഒരു കുഞ്ഞ് നശിച്ചു പോയാൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദി ഉമ്മ തന്നെയാണ്. അപ്പൊ രാവിലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ്, രാവിലെ നല്ല ഈണത്തിൽ ആ ഒരു ഇത് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഹിന്ദു കുട്ടികളാണെങ്കിൽ അവരുടേതായ ദൈവത്തിന്റെ എന്തെങ്കിലും ഒരു ശ്ലോകം ചൊല്ലിക്കൊടുത്തു. ഇപ്പൊ തന്നെ കൗസല്യ സുപ്രഭാരാം അങ്ങനെ പറഞ്ഞിട്ടൊരു ഒരു ശ്ലോകം അമ്പലത്തിലൊക്കെ പാടുമല്ലോ, അത് കേൾക്കാൻ തന്നെ ഒരു രസമാണ്. അത് അമ്മമാർക്ക്, മുസ്ലിം അമ്മമാർക്ക് അത് പാടിക്കൊടുക്കാം. മുസ്ലിം അമ്മമാർക്ക് ഈ അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാം. അതായത് അത് എല്ലാ മതത്തിലും പറയുന്നത് എന്താണ്? എനിക്കൊരു പുനർജന്മം തന്ന ദൈവത്തിന് സ്തുതി എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു പോസിറ്റീവ് അഫർമേഷൻ കേട്ടുകൊണ്ടായിരിക്കണം, പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് കേട്ടുകൊണ്ടായിരിക്കണം ആ കൊച്ചു എഴുന്നേൽക്കേണ്ട. അങ്ങനെ എഴുന്നേൽപ്പിക്കുന്ന മക്കള് ഒരിക്കലും വഴി തെറ്റൂല. എന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അവര് തിരിച്ച് ഉമ്മയിലേക്ക് തന്നെ വരും, എത്ര വലിയ കുട്ടികളായാലും. അവരെ കാലിലൊന്ന് നിക്കിളിയിട്ട്, ചെവിയിൽ പതുക്കെ പതുക്കെ ഇങ്ങനെ നിക്കിളിയിട്ട് അങ്ങനെയൊക്കെ വിളിച്ചുണർത്തുക. ഇപ്പൊ ഭർത്താവിനെ തന്നെ ആയാലും ഞാൻ നമസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് വിളിക്കും, അതിനുശേഷം വിളിക്കും. കാരണം ഈ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ചാടി എഴുന്നേൽക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുക, പിന്നെ സ്ട്രോക്ക് വരിക, അങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ തന്നെ ഒന്ന് എഴുന്നേറ്റിരുന്ന് കണ്ണ് ചിമ്മി ഒന്ന് ബോഡിയൊക്കെ ഒന്ന് നിവർത്തി സ്ട്രെച്ച് ചെയ്ത് എന്നിട്ടൊക്കെയാണ് നമ്മൾ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകണം. അതായത് ഞാൻ ഉണർന്നു, ഇന്ന് നേരം വെളുത്തു എന്നൊരു ബോധം വരണമെങ്കിൽ എന്തായാലും ആ ഉറക്കച്ചടവൊന്ന് കഴിയണം. പ്രത്യേകിച്ചും കൊച്ചുമക്കള്, അവരെ അങ്ങനെ ചിരിപ്പിച്ച് കളിപ്പിച്ച് അവർ ഉണർത്തിയാൽ അന്നത്തെ ദിവസം അവര് നമ്മളടുത്ത് കിച്ചണിൽ വന്നിട്ട് കാറി വിളിച്ച് ബഹളം ഉണ്ടാക്കൂല. അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി അങ്ങ് പോകും. അപ്പൊ അത് നമ്മൾ ചെയ്യണം. നമ്മൾ രാവിലെ പോയി അട്ടഹസിച്ച് ചാട്ടവും ചാടി വിളിച്ചിട്ട് പറയും, ഒരു കള്ളവും കൂടി പറയും, നേരം വെളുത്ത് കുറെ സമയമായി, ഉച്ചയായി, വെയിലടിച്ച്, സൂര്യൻ ഉദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ, 5 മണിയായാലും 6 മണിയായി 7 മണിയായി എഴുന്നേൽക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് വിളിക്കുന്നത്. അപ്പൊ അത് മാറ്റുക. ഫസ്റ്റ് ആ ദിവസം തുടങ്ങുന്നത് മുതൽ തുടങ്ങുക നമ്മുടെ പോസിറ്റീവ് സ്ട്രോക്ക് നമ്മളെ മക്കൾക്ക് കൊടുക്കല്. പിന്നെ
പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് അത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചില ആൾക്കാർ പറയും 2 മണി, ഫോൺ എടുത്തിട്ട് നോക്കുമ്പോൾ 2 മണി എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ആ 5 മണി സമയം ഓ ഇത്ര പെട്ടെന്ന് നേരം വെളുത്തു എന്ന് പറഞ്ഞിട്ട് പ്രാഗിക്കൊണ്ട് അതൊരു തരം എന്താണ് ആ പ്രഭാതത്തിനെ ഇഷ്ടപ്പെടാതെ എഴുന്നേൽക്കുന്നതാണ്. അങ്ങനെയല്ല, ഓ 5 മണിയായി, ഓ എഴുന്നേറ്റ്, ഇന്നൊരു നല്ലൊരു പ്രഭാതം കിട്ടി എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു ഗ്രേറ്റ്ഫുൾ ആണ്. എന്തായാലും മാമിന്റെ ക്ലാസ്സിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റി. നമ്മൾ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മാം പറഞ്ഞതുപോലെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഞാനായാലും. ഈ പറഞ്ഞ ഇപ്പൊ മാം പറഞ്ഞു ഞാൻ എങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പൊ ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിരന്തരം കേട്ട് 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 നമ്മൾ ഒരുപാട് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ നിർബന്ധിതരായി തീരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സുകൾ നിങ്ങൾ പാരന്റിങ് ക്ലാസ് തന്നെ നമ്മൾ ഒരുപാട് കൊടുത്തു. ഈ സ്ട്രോക്ക് ഇതിൽ തന്നെ പാരന്റിങ് ക്ലാസ്സിൽ തന്നെ ഈ പോസിറ്റീവ് സ്ട്രോക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ദാമ്പത്യത്തിന്റെ ക്ലാസ്സിൽ വന്നാലും അത് എല്ലാത്തിലും വരുന്നുണ്ട് ഈ പോസിറ്റീവ് സ്ട്രോക്കിന്റെ കാര്യം പറയുന്നത്. അപ്പൊ പോസിറ്റീവ് സ്ട്രോക്ക് നമുക്ക് ടച്ച് ആയിട്ട് കൊടുക്കാം, വാക്കായിട്ട് കൊടുക്കാം, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെ, അപ്രീസിയേഷൻ ആയിട്ട് കൊടുക്കാം, എല്ലാ രീതിയിലും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇനിയും മുംതാസ് മാമിന്റെ ക്ലാസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മാം ചെറിയൊരു പോർഷനാണ് എടുത്തത്. സ്ട്രോക്ക് തന്നെ 3 വിധം ഉണ്ട്, അതിൽ 1 മാത്രം മാം എടുത്തോളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നത്. പക്ഷേ 3 സ്ട്രോക്ക് കൂടെ ഒരുമിച്ച് പറഞ്ഞെങ്കിൽ 1.5 മണിക്കൂർ സംസാരിക്കാനുള്ള ടോപ്പിക് അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമായത് മാത്രമാണ് മാം കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമാണ്, പെട്ടെന്നാണെങ്കിൽ പോലും ക്യാപ്സൂൾ രൂപത്തിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യം വളരെ ലളിതമാക്കിയാണ് പറഞ്ഞത്. കാരണം നമ്മളൊക്കെ സാധാരണ വീട്ടമ്മമാരാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ വ്യക്തമാക്കി കഴിഞ്ഞ ക്ലാസ്സും അതുപോലെ തന്നെ ഈ ക്ലാസ്സും ഓരോ കാര്യങ്ങളും അതിന്റെ ഇടയിൽ പറയുന്ന ഓരോ പോയിന്റുകൾ എനിക്ക് കഴിയുന്നതൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അറിയുന്ന കാര്യമാണെങ്കിലും ചിലത് കുറച്ചുകൂടെ പുതുമയുള്ള ഒരു സാധനം നമുക്ക് വീണ് കിട്ടും. ഇപ്പൊ തന്നെ അവരുടെ അനുഭവം അത് നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഞാനൊരു ഉദാഹരണത്തിന് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ അറിവുകളാണ്. അപ്പൊ ഈ അറിവുകൾ വെറുതെ ഇങ്ങനെ ഒരു പേപ്പറിൽ കുത്തിക്കുറിക്കാനുള്ളതല്ല, അത് വീണ്ടും വായിക്കാനും നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് മാം ഇവിടെ നമുക്ക് ഒരു നല്ലൊരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. മാമിന്റെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടി എന്നാണ് പറയുന്നത്. അതുപോലെ ഓരോ സ്ത്രീകൾ അനുഭവിക്കുന്ന ഈ പ്രശ്നത്തിന്റെ സൊല്യൂഷനാണ് നമ്മുടെ ഈ നാപ്കിൻ. മാത്രമല്ല ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ ഉണ്ട്. അത് ആനയോൺ ആണ്. ഏറ്റവും നല്ല പാഡ്, വേദനയ്ക്ക് എല്ലാ പാഡും നല്ലത് തന്നെയാണ്, ഒന്നിനൊന്നും മെച്ചമാണ്. പക്ഷെ നമ്മുടെ ആനയോൺ എന്ന് പറയുമ്പോൾ വയറുവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ ഒരു റിലീഫ് കിട്ടുന്ന ഒരു പാഡാണ്. അപ്പൊ അത് ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ, അത് ഈ ഓണം ഓഫറിൽ കിട്ടുന്ന ഒരു ഓഫറാണ്. ആ ഫ്രീ കൊടുത്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കാം. അതല്ല പുതുതായിട്ട് വാങ്ങിക്കാത്തവര് എന്ത് ചെയ്യാം, ഒരെണ്ണം വാങ്ങിച്ചാൽ ഒന്നുകൂടി ഫ്രീ കിട്ടും. നിങ്ങൾക്ക് അത് കുറച്ചു കാലം യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെയാണ് ഏറ്റവും വലിയ പരസ്യം. അപ്പൊ ഇതുപോലെ നമ്മൾ അടുത്ത ക്ലാസ്സുമായിട്ട് ഇനിയും എത്തും. നബില മാം എന്തെങ്കിലും പറയാനുണ്ടോ? നബില മാമിന് ചുമയാണ്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. എന്തെങ്കിലും പറയാനുണ്ടോ അതോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമോ? ഒരുപാട് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച്. എനിക്ക് ഒരുപാട് കാര്യം എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്, പക്ഷെ സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ചു തുടങ്ങി അപ്പം സ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കാം. നിങ്ങൾ വൈൻഡപ്പ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമോ? എന്തായാലും മുംതാസ് മാമിന് പ്രത്യേകിച്ച് ഒരു താങ്ക്സ് പറയാണ് ഈ പോസിറ്റീവ് സ്ട്രോക്ക് ആയിട്ട് ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് വന്നതിന്. നമ്മൾ സാധാരണ വീട്ടമ്മമാരാണ്, നമ്മുടെ മക്കളൊക്കെ ഒന്നൊന്നും ആയില്ല, വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പൊ അവര് ഇത് അവരിലൂടെ നമുക്ക് ഈ ലോകം തന്നെ പിടിച്ചടക്കണം. നമ്മുടെ മക്കളെ നല്ല ഒരു മക്കളാക്കി വളർത്തണം. അതിന് നമ്മുടെ വാക്കും നോക്കും പ്രവൃത്തിയും അതിന് ഉപകരിക്കട്ടെ. അതുപോലെ മാമിന് ഇനിയും ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാനും ഒരുപാട് പേരെ ട്രാൻസ്ഫോം ചെയ്യിക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം പ്രത്യേകിച്ച് ഹൃദയത്തിൽ തട്ടിയൊരു താങ്ക്സ്. മുംതാസ് മാം എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ പോലെ സാധാരണ ഒരു വീട്ടമ്മയാണ്, എന്നാലും അവരുടെ ആ ഒരു ഊർജ്ജസ്വലതയോടുകൂടിയുള്ള സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ പെട്ടെന്ന് വന്നിട്ട് ഒരു ടോപ്പിക് എടുത്ത് സംസാരം, അതൊന്നും പെട്ടെന്ന് നമ്മളെ കൊണ്ട് പോലും കഴിയുന്ന ഒന്നല്ല. കുറച്ചു മുമ്പ് പറഞ്ഞാൽ ഓടി വന്നിരുന്ന ക്ലാസ് എടുക്കുക, ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം. ഇല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ മറന്നുപോകും, ചിലപ്പോൾ പറയുന്ന വാക്കുകൾ വിട്ടുപോകും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സും വളരെ സ്മാർട്ടായിട്ട് എടുത്തു. എന്തായാലും കണ്ണ് തട്ടാതിരിക്കട്ടെ പ്രാർത്ഥനയോടെ. ശരി, താങ്ക് യു. സത്യത്തിൽ എനിക്ക് കോൺഫിഡന്റ് കൂടി. പെട്ടെന്ന് ഇപ്പൊ ആരെങ്കിലും കുറച്ച് സമയം ക്ലാസ് ഞാൻ പെട്ടെന്ന് യെസ് പറയില്ല, അത് ചിന്തിക്കാറ്. കാരണം എനിക്ക് അത്ര കോൺഫിഡന്റ് കൂടി. അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുമ്പോ, കാരണം നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണ് നമുക്കല്ലേ ഏറ്റവും വലുതല്ല. അവസരം നഷ്ടപ്പെടുത്തുമ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെടും. ഇത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ അവസരമായിരുന്നു എനിക്ക്.
എന്തായാലും താങ്ക് യു മാം. പ്രത്യേകിച്ച് ഇതിനകത്ത് ജോയിൻ ചെയ്ത എല്ലാവർക്കും, അതുപോലെ നമ്മുടെ ഡയറക്ടർ നബില മാം 2-3 ദിവസമായി ചുമയായിട്ട് വലിയ ബുദ്ധിമുട്ടിലാണ്. പിന്നെ നമ്മുടെ ഇതിനൊക്കെ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ ഫൈസൽ സാർ, എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ചൊവ്വാഴ്ച നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. എന്തായാലും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. Thank you.